ചെട്ടികുളങ്ങരയമ്മയുടെ ആറാം കരയായ കണ്ണമംഗലം വടക്ക് തേരിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കരയുടെ പ്രസിഡൻ്റായ ശ്രീ ദിലീപ് കുമാർ കെട്ടുകാഴ്ച നിർമ്മാണത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. നമ്മുടെ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ 13 കരയിൽ ആറാം കരയായ കണ്ണമംഗലം വടക്കുകരയുടെ തേരിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 90% പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പം 3:30 ആകുമ്പോൾ നമ്മുടെ കൂടാരം കയറ്റാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങൾ വളരെ ഭക്തിപരമായി ഒത്തൊരുമയോട് കൂടി തന്നെ ഈ പ്രാവശ്യവും തേരിൻ്റെ പണി പൂർത്തീകരിച്ച് കറക്റ്റ് സമയത്ത് തന്നെ ദേവി ദർശനം നടത്തുന്നതായിരിക്കും. അതിൻ്റെ വിശദവിവരങ്ങൾ നമ്മുടെ സെക്രട്ടറി ദീപക് ഉണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സെക്രട്ടറിയോട് പറഞ്ഞു തരും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും? ഈ വർഷം സാധാരണയായി നമ്മുടെ തേരിൻ്റെ ഏറ്റവും താഴത്തെ അറയിൽ ഒരു ചുമലപ്പട്ടായിരുന്നു നമ്മൾ സാധാരണയായി വെച്ചുകൊണ്ടിരുന്നത്. അതിന് പകരം ഈ വർഷം മ്യൂറൽ പെയിൻറ്റിൽ ചെയ്ത ദുർഗാദേവിയുടെ ഒരു ചിത്രമാണ്, ക്യാൻവാസിൽ വർക്ക് ചെയ്തൊരു ചിത്രമാണ് ഇപ്രാവശ്യം തേരിൻ്റെ ഫ്രണ്ടിൽ ആദ്യത്തെ അറയിൽ നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പണികൾ ഏകദേശം പൂർത്തിയായി. ഇന്ന് രാത്രിയോടുകൂടി അത് തേരിൽ സ്ഥാപിക്കുന്നതായിരിക്കും. പിന്നെ അത് കൂടാതെ പുതിയ പ്രവർത്തനങ്ങൾ വേറെ ഒന്നും തന്നെ നമ്മൾ തേരിൽ ചെയ്തിട്ടില്ല. ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു. കഴിഞ്ഞ വർഷത്തിനായിട്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടാണ് ഇപ്രാവശ്യം വർക്കുകളൊക്കെ തീർന്നത്. മഴയുടെ ഒരു ചെറിയ ഇതൊഴിച്ചു കഴിഞ്ഞാൽ പണികളെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് ഒരു കഞ്ഞിസദ്യയോടുകൂടി ഈ വർഷത്തെ കഞ്ഞിസദ്യയും സമാപിക്കുകയാണ്. ബാക്കി നാളെ വൈകിട്ട് ഇതേ സമയം 4:30-5 മണിയാകുമ്പോഴത്തേക്ക് കെട്ടുകാഴ്ച വിടുന്നു ക്ഷേത്രത്തിലേക്ക് വലിക്കുന്നതായിരിക്കും.